കെജ്രിവാൾ ജയിലിലേക്ക് പോകുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു ഭഗത് സിംഗിൻ്റെ മകനെ പോലെ ആണ് മടങ്ങുന്നത് എന്നാണ്. കാരണം ഭഗത് സിംഗ് പറഞ്ഞിരുന്നു, അധികാരം ഏകാധിപത്യമാകുമ്പോൾ ജയിൽ ഒരു ഉത്തരവാദിത്തമാണ് എന്ന്. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ജയിൽ ഉത്തരവാദിത്തം എന്നുള്ള നിലയ്ക്ക് കണ്ടിട്ട് ഏറ്റെടുത്തിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഭഗത് സിംഗിൻ്റെ കൊച്ചുമകൻ, അതായത് ഭഗത് സിംഗിൻ്റെ സഹോദരൻ്റെ, അതായത് ഭഗത് സിംഗിൻ്റെ ഇളയ അനുജൻ്റെ കൊച്ചുമകൻ യദ്വീന്ദർ സന്ധു ഇങ്ങനെ ഭഗത് സിംഗിനെ ആപ്പൊക്കെ ഉപയോഗിക്കുന്നതിനെ എതിർത്തുള്ള പ്രസ്താവനയായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം സുനിത ഈ വീഡിയോകൾ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, ഈ ഭർത്താവ് ജയിലിലായിരുന്നപ്പോൾ സുനിത കേജ്രിവാൾ. അതിൻ്റെ അകത്ത് പശ്ചാത്തലത്തിൽ ഈ ഭഗത് സിംഗിൻ്റെയും അംബേദ്കറുടെയും പടം ഉണ്ടായിരുന്നു പശ്ചാത്തലത്തിൽ. ഈ ഭഗത് സിംഗിനെയും അംബേദ്കറിനെയും ഒന്നും ഇങ്ങനെ ഉപയോഗിക്കുന്നത് ശരിയല്ല, അവരുമായിട്ടുള്ള കമ്പാരിസണും ശരിയല്ല എന്ന് ഭഗത് സിംഗിൻ്റെ കൊച്ചുമകൻ യദ്വീന്ദർ ഒരു പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. ഭഗത് സിംഗ് ജയിലിലൊക്കെ 100 ദിവസമൊക്കെ ഉപവാസമൊക്കെ അനുഷ്ഠിച്ചിട്ടുള്ള ഒരാളാണ്. ഈ കെജ്രിവാൾ നമ്മൾ നോക്കുമ്പോൾ ഈ മാമ്പഴമൊക്കെ തിന്ന് ഡയബറ്റീസ് ഒക്കെ കൂട്ടി പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ ഒരു ഫ്രോഡ് ആണ്. അത് അദ്ദേഹം പറഞ്ഞല്ല, ഞാൻ പറയുന്നത്. ഭഗത് സിംഗിൻ്റെ കൊച്ചുമകൻ നേരത്തെ പറഞ്ഞത്രേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഭഗത് സിംഗിൻ്റെ ചരിത്രവും മറ്റേ കെജ്രിവാളിൻ്റെ ചരിത്രമായിട്ട് എന്താ ബന്ധം? ഈ ഭഗത് സിംഗ് ഈ സവർക്കറുടെ ഗുരുവായി കണ്ടിരുന്നു. സവർക്കർ എഴുതിയ 1857 സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ പുസ്തകം, പിന്നെ ABC ഓഫ് കമ്മ്യൂണിസം, ഇതൊക്കെ അദ്ദേഹം ഈ ശിഷ്യന്മാർക്ക്, അനുയായികൾക്ക് വായിക്കാനൊക്കെ ഇൻസിസ്റ്റ് ചെയ്തിരുന്ന 2 പുസ്തകങ്ങളാണ്. പിന്നെ അദ്ദേഹം 1928 ഡിസംബറിൽ ജോൺ സോണ്ടേഴ്സ് എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാരനെ കൊലപ്പെടുത്തി. അത് കൊലപ്പെടുത്തുന്നത് അന്നത്തെ സീനിയർ പോലീസ് സൂപ്രണ്ട് ജെയിംസ് സ്കോട്ടിന് പകരം, സ്കോട്ടാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് പ്രൊബേഷനിൽ വന്ന ആളായിരുന്നു ഈ സോണ്ടേഴ്സ്. സോണ്ടേഴ്സിനെ ഈ രാജഗുരുവിൻ്റെ കൂടെ പോയിട്ടാണ് കൊലപ്പെടുത്തുന്നത്. അത് ലാലാജി ലജ്പത് റായിയെ ലാത്തിക്കടിച്ചിട്ട് മർദ്ദിച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞ് അതിനുള്ള പ്രതികാരം തീർത്തതാണ്. ചന്ദ്രശേഖർ ആസാദ് അക്കാലത്ത് ചന്ദൻ സിംഗ് എന്ന് പറഞ്ഞ ആളിനെയൊക്കെ കൊന്നിരുന്നു. ഇവര് ശരിക്കും നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി ബലിയർപ്പിച്ചിരുന്ന ആളുകളാണ്. അന്ന് ഹിംസയുടെ മാർഗമാണ് എന്നുള്ളത് കൊണ്ട് ഭഗത് സിംഗിൻ്റേത് കാര്യത്തിലൊന്നും ഇടപെടാൻ ഗാന്ധി കൂട്ടാക്കിയില്ല എന്നും ചരിത്രത്തിൽ കാണാം. അദ്ദേഹം സവർക്കർക്ക് വേണ്ടിയും അങ്ങനെ കാര്യമായിട്ടൊന്നും വാദിച്ചതായിട്ട് ചരിത്രത്തിലില്ല. ജോർജ് ആർ രാമൻ്റെ കിരീടധാരണ വാർഷികത്തിന് എല്ലാ രാഷ്ട്രീയ തടവുകാർക്കും ഈ ഇളവ് കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നപ്പോൾ എന്നാൽ പിന്നെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുമെന്ന് പോലും ഗാന്ധി പറഞ്ഞില്ല. സവർക്കറെ വിട്ടതുമില്ല. എല്ലാവർക്കും അത് അങ്ങനെയൊക്കെയാണ് ആ ചരിത്രം കിടക്കുന്നത്. പക്ഷേ ഈ ഭഗത് സിംഗുമായിട്ട് കെജ്രിവാളിന് എന്താ ബന്ധം? ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ഭഗത് സിംഗ് ജയിലിൽ പോകുന്നത് എന്തിനാണ്? ഭഗത് സിംഗ് ശിക്ഷിക്കപ്പെട്ടത് എന്തിനാണ്? കെജ്രിവാൾ ശിക്ഷിക്കപ്പെടുന്നത് എന്തിനാണ്? ഭഗത് സിംഗിന് നീണ്ട സമരത്തിൻ്റെ, ജീവാർപ്പണത്തിൻ്റെ, സഹന സമരത്തിൻ്റെ, ജയിലിൽ പോലും വലിയ ഉപവാസത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങളുണ്ടല്ലോ. പിന്നെ ഭഗത് സിംഗിൻ്റെ മുമ്പിൽ വലിയ ലക്ഷ്യമുണ്ടല്ലോ. ആ ലക്ഷ്യത്തിന് വേണ്ടി ജീവാർപ്പണം ചെയ്ത ഒരാളല്ലേ. കെജ്രിവാളിൻ്റെ പേരിൽ തീർച്ചയായിട്ടും കെജ്രിവാളിൻ്റെ പേരിൽ കേസ് തന്നെ എത്ര ഹീനമാണ്. ഭഗത് സിംഗിനെ അവിടെ ചേർത്ത് പറയാൻ പറ്റുമോ? കേസ് ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിനെ ജയിലിൽ പോകാൻ പല കാരണങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പലപ്പോഴും പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും എതിരെയുള്ള കേസുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. പക്ഷേ അപ്പോഴും മനുഷ്യൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയൊരു കേസാവണ്ടേ? ഈ കേസ് പൊതുമേഖലയിലുണ്ടായിരുന്ന മദ്യവ്യാപാരം, ഡൽഹിയിലെ മദ്യവ്യാപാരം കെജ്രിവാൾ എന്ന വിപ്ലവകാരി വന്നപ്പോൾ സ്വകാര്യ മേഖലയിലേക്ക് വിൽക്കുകയാണ്. അതിൽ നടന്ന അഴിമതിയാണ് ആരോപണം. ആവശ്യമായ തെളിവുകൾ കിട്ടിയിട്ടായിരിക്കുമല്ലോ. മാത്രമല്ലാതെ എത്രയോ തവണ സമൻസ് കൊടുത്തിട്ടും ചെല്ലാഞ്ഞിട്ടാണ് അദ്ദേഹത്തെ ഇലക്ഷന് തൊട്ട് മുമ്പ് വെച്ച് അറസ്റ്റ് ചെയ്തത്.
അപ്പം ഇത് കേസ് ഒന്ന് മദ്യമാണ്, ആലോചിച്ച് നോക്കൂ, മദ്യമാണ്. അത് ഇനിയിപ്പോൾ പൊതുമേഖലയിൽ ന്യായമായി വലിയ നികുതി ചുമത്തി നമ്മുടെ നാട്ടിലൊക്കെ വിൽക്കുന്ന ഒരു കച്ചവടമല്ല, അത് സ്വകാര്യ മേഖലയിലേക്ക് വിൽക്കുകയാണ്. അതിൽ അഴിമതി നടത്തിയതാണ്. ആ പണം കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം, ഇലക്ഷൻ പ്രവർത്തനം, ഗോവ, പഞ്ചാബ് പാർട്ടി പ്രവർത്തനം നടത്തുന്നു ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് മാത്രമല്ല, ഇദ്ദേഹം അഴിമതിക്കെതിരായിട്ട് വലിയ സമരങ്ങൾ അണ്ണാ ഹസാരെ അദ്ദേഹത്തിന്റെ ഗുരു നടത്തുമ്പോൾ സ്വന്തം ഗുരു 40 വട്ടം തള്ളിപ്പറഞ്ഞ ഒരു ശിഷ്യനാണ്. അന്ന് ഞാൻ രാഷ്ട്രീയത്തിൽ ഏർപ്പെടില്ല, ഞാൻ ഒരിക്കലും മദ്യത്തിന് വേണ്ടി വാദിക്കില്ല എന്നൊക്കെ പറഞ്ഞ ആളാണ് കേജ്രിവാൾ. അങ്ങനെ ഒരാള് വേറെ ആരുടെ പേര് ഉപയോഗിച്ചാൽ ഇവർക്കൊക്കെ ഉള്ള ഒരു പ്രശ്നം, ആരുടെ മാത്രമല്ല ജയിലിലേക്ക് തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് ജയിലിലിരുന്നിട്ട് ഇപ്പോൾ ജയിലിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ എന്തിനാ ഇത്രയേറെ ഈ ഭരണം എന്ന് പറയുന്ന ഭരണഭാരം വലിയൊരു ഒരു കിരീടമായി അണിഞ്ഞുകൊണ്ട് പോയി ജയിലിലിരിക്കേണ്ട കാര്യം എന്താ? അദ്ദേഹത്തിൻ്റെ പേരിൽ ഗുരുതരമായ കേസ് വന്ന് ജയിലിൽ പോയിരിക്കുമ്പോൾ നാട്ടിലെ ജനങ്ങൾ ബുദ്ധിമുട്ടരുതല്ലോ, ഭരണം മുടങ്ങരുതല്ലോ. ആ സമയം അതിന് സംവിധാനം ഉണ്ടാക്കിയിട്ടിരുന്നൂടെ? അദ്ദേഹത്തിന് എന്താ ഇപ്പോൾ ഒരു രാജിവെക്കണ്ടേ? തൽക്കാലത്തേക്ക് അദ്ദേഹം ഒന്ന് ലീവ് എടുത്തു. ധാർമ്മിക ബോധമില്ലാത്തത് കൊണ്ട് രാജിവെക്കുന്നില്ല. അതാണോ എനിക്കറിയില്ല. അത് ഇപ്പോഴും അങ്ങേര് പറഞ്ഞിരുന്നു ഞാൻ ജയിലിലിരുന്ന് ഭരിക്കുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നടപ്പുള്ള കാര്യമല്ല. അത് മാത്രമല്ല, ജയിലിലേക്ക് ഇപ്പോൾ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി ഒരു ജഡ്ജി കൊടുത്ത ആനുകൂല്യം വെച്ച് വിധി കിട്ടിയപ്പോൾ പുറത്തു വന്നിട്ട് തിരിച്ചു പോകാതിരിക്കാൻ പഠിച്ച പണി തലകുത്തി മറിഞ്ഞ് അദ്ദേഹം ശ്രമിച്ചില്ലേ എന്ന് പറഞ്ഞാൽ, ജയിലിലേക്ക് പോകാൻ ഒട്ടും ഇഷ്ടമുള്ള ഒരാൾ, ഇഷ്ടമില്ലാത്ത ഒരാൾ ജീവാർപ്പണം ചെയ്ത, രാജ്യത്തിന് വേണ്ടി ജീവാർപ്പണം ചെയ്ത ഒരു ഭഗത് സിംഗിൻ്റെ പേര് ഉച്ചരിക്കാൻ എന്ത് അവകാശമുണ്ട് അദ്ദേഹത്തിന്? ഇങ്ങനെയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട പരിഹാസ്യമാണ് ആ പ്രയോഗം. അദ്ദേഹം ഭഗത് സിംഗ്, അറ്റ്ലീസ്റ്റ് ഭഗത് സിംഗിനെ ഒന്നും നമ്മൾ തുലനം ചെയ്യാൻ പോലും പാടില്ലല്ലോ. ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിന് ഇന്ത്യയിൽ ഭഗത് സിംഗിനെയൊക്കെ തൂക്കിക്കൊല്ലുന്ന 23-ാമത്തെ വയസ്സിലൊക്കെയാണ്. തീർച്ചയായിട്ടും നന്നേ യൗവനം ഹോമിച്ചതാണ്. 23-ാം വയസ്സില് കെജ്രിവാൾ മറ്റേ IRS പ്രവേശിക്കുന്ന കാലമാണ്. കെജ്രിവാളിന്റെ പ്രശ്നം എന്താ എനിക്ക് തോന്നുന്നു, അദ്ദേഹം ഒരു ഉപമുഖ്യമന്ത്രിന് മുമ്പേ പോയി ജയിലിലല്ലേ? അപ്പോൾ ജയിലില്ല. അപ്പോൾ ആ മന്ത്രിസഭയിലെ ഏതെങ്കിലും ഒരു സീനിയർ മിനിസ്റ്റർക്ക് ചാർജ് കൊടുത്തു പോകാൻ പോലും അദ്ദേഹത്തിന് വിശ്വാസമില്ല. ഒരു പക്ഷേ ലീവ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തെ തട്ടിക്കളയൂ എന്നുള്ള പേടി കൊണ്ടാണ്. ഭാര്യയ്ക്കും കൊടുക്കുന്നില്ല. റാബ്രി ദേവിക്ക് ലാലു പ്രസാദ് കൊടുത്തൊരു മാതൃക വിശ്വാസം, അങ്ങനെ വിശ്വാസമെങ്കിലും ഉണ്ടായിരുന്നു വീട്ടിലുള്ളവരോടെങ്കിലും. എന്താ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവാത്ത, അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ബലം പിടിച്ച് അധികാരത്തിൽ തന്നെ ഇരിക്കുന്നത്? അതോ അധികാരത്തിൽ നിന്ന് ഇത്തിരി മാറി നിന്നാൽ മറ്റാരും അദ്ദേഹത്തിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ മറ്റൊരു ഇലക്ഷൻ വരുന്നത് വരെ ആർക്കും അദ്ദേഹത്തിന് പുറത്താക്കാനാവില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കല്ലേ പുറത്താക്കാനാവുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് പാർട്ടിയിൽ വിശ്വാസമില്ലായ്മ, സ്വന്തം മന്ത്രിസഭയിൽ വിശ്വാസമില്ലായ്മ. ഞാൻ പാർട്ടി എന്നൊന്നും പറഞ്ഞില്ലെന്നേ, കെജ്രിവാൾ എന്ന് പറഞ്ഞ ഒരാളേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഫ്യൂഡലാണ് ആ സംവിധാനം. നമ്മുടെ ഒരു രാജാധിപത്യത്തിന് തുല്യമായൊരു സംവിധാനമാണ്. അദ്ദേഹം ഒരു യുവരാജാവായി വന്ന് നടുവഴിയാവാനാണോ ഇക്കണ്ട ജനാധിപത്യമൊക്കെ പറഞ്ഞത്? ജാമ്യം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ സ്വന്തം വീട്ടിലൊരു പെൺകുട്ടിയെ മർദ്ദിച്ച സംഭവമില്ലേ? ആ കേസുകളുണ്ട്. അത് വേറൊരു തലമാണ്. തീർച്ചയായിട്ടും കേസുകളും ഉണ്ട് ആ കൂട്ടത്തിൽ. അപ്പോൾ ഇദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഇപ്പോൾ കെജ്രിവാളിന് സംഭവിക്കാൻ പോകുന്നത് മാത്രമല്ല, ഇപ്പോൾ വന്നിരിക്കുന്ന ഈ എക്സിറ്റ് പോൾ അനുസരിച്ച് ഡൽഹിയിലും പഞ്ചാബിലും വലിയ തിരിച്ചടി വരുമെന്ന് പറയുന്നു ആം ആദ്മി പാർട്ടിക്ക്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഡൽഹിയിൽ നിന്ന് പഞ്ചാബിലേക്ക് ഞാൻ വളർന്നിരിക്കുന്നു എന്ന് പറയുന്ന ആള് ഇനിയിപ്പോൾ തിഹാറിലേക്ക് ഉള്ള വളർച്ചയിൽ വെച്ച് അവസാനിക്കുമോ? എങ്ങനെയായിരിക്കും അത് സംഭവിക്കുക? അത് അങ്ങനെയല്ലേ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ആപ്പ് എന്ന് പറഞ്ഞ പാർട്ടിയെ തന്നെ പ്രതിയായിട്ട് ആ കേസിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ പ്രതിയാക്കുമ്പോൾ ആ ആപ്പിൻ്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടേണ്ടി വരും. പിന്നെ പാർട്ടിയെ എങ്ങനെയാണ് നടത്തിക്കൊണ്ടുപോകുന്നത്? അതൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കുമല്ലോ അതിനെ കുറ്റവാളിയെ കൂട്ടുപ്രതിയാക്കിയിരിക്കുന്നത്. ഈ മദ്യനയ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു പാർട്ടിയെ പ്രതിയാക്കുന്നത്. അതൊരു അപൂർവതയാണല്ലോ സാറേ. അതെ, അപൂർവമാണ്, ആദ്യമായിട്ടാണ്. അതിനർത്ഥം കെജ്രിവാൾ മാത്രമല്ല ജയിലിൽ കിടക്കുന്നത്, ആ കുറ്റകൃത്യത്തിൽ അദ്ദേഹത്തിന്റെ പാർട്ടി കൂടി തുല്യ പങ്കാളിയാണ്. അപ്പൊ അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് എന്നാണ് കമ്പനി ആക്ടിൽ കമ്പനിക്ക് പറയുന്നത്. അത് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിലെ ജനപ്രാതിനിധ്യ നിയമം, അതിൽ പാർട്ടി എന്ന് പറയുന്നതും അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുമ്പോൾ ആ നിയമം ഇതിലും ബാധകമാണ് ആണെന്നാണ് വാദം.
അങ്ങനെ വരുമ്പോൾ പാർട്ടിയിലെ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ആര് വേണമെങ്കിലും ഈ കേസിൽ ഉൾപ്പെടുത്തി അറസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓഹോ, മദ്യനയത്തിൽ ഇവർ മാത്രമല്ലല്ലോ ഉള്ളത്. അല്ല, ഇപ്പോൾ ആദിഷി മർലേനിക്കല്ലേ തെരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്നു. യെസ്, ഗോവയിലെ തെരഞ്ഞെടുപ്പ് ചുമതല അവർക്കായിരുന്നു. അവർ ഇതുവരെ ഈ കേസിൽ പ്രതിയായിട്ടില്ലല്ലോ. അപ്പം പിന്നെ നമ്മുടെ ഈ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കുള്ള നിയമം അല്ല ഡൽഹിയിലെ നിയമം. ഡൽഹിയിലെ നിയമം വേറെയാണ്. അത് ലഫ്റ്റനന്റ് ഗവർണറുമായിട്ട് മുഖ്യമന്ത്രി ആലോചിച്ചിട്ട് വേണം ചെയ്യണം എന്നതിൽ എഴുതി വെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ജയിലിൽ ഇരുന്ന് എങ്ങനെയാണ് ലഫ്റ്റനന്റ് ഗവർണറുമായിട്ട്? അതെ, ദൈനംദിന ഭരണകാര്യങ്ങളാണത്. അദ്ദേഹം പക്ഷേ എന്ത് പ്രിവിലേജ് ആയിരിക്കും? കാരണം സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു മുഖ്യമന്ത്രിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രിവിലേജ് അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള പ്രിവിലേജാണ്. അതും നടന്നു കഴിഞ്ഞു. ജയിലിൽ കിടന്നുകൊണ്ട് ഇനി എന്ത് പ്രിവിലേജ് ആണാവോ അദ്ദേഹത്തിന് കിട്ടാനുള്ളത്? അദ്ദേഹം എങ്ങനെ രക്ഷപ്പെടുത്താൻ പ്രിവിലേജ് ഒക്കെ കൊടുത്തു. ചെറിയ എന്തോ ഒരു മേശ, പുസ്തകങ്ങള്, അല്ല, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അത് ചെയ്തു. പക്ഷെ ആ പാർട്ടിയെയും അദ്ദേഹത്തിന്റെ ഗവൺമെന്റിനെയും രക്ഷപ്പെടുത്താനുള്ള എന്ത് സൂത്രവിദ്യയാണ് ജയിലിൽ പോയിരുന്നത് കൊണ്ട്? അല്ല, സൂത്രവിദ്യ അല്ലല്ലോ മാഷ. ഇനി സർക്കാരിനെ പിരിച്ചുവിടുമല്ലോ. ഓ, അതിലൊന്നും ഒരു സംശയമില്ലല്ലോ. കാരണം ഭരണം നടക്കാത്ത മുഖ്യമന്ത്രി ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ കാരണം ജയലളിത മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ജയിലിലേക്ക് പിടിച്ചിട്ടത്. അവര് രാജിവെച്ചല്ലോ. അങ്ങനെയല്ലേ പനീർശെൽവം വന്നത്. അതെ, അപ്പൊ അദ്ദേഹം ഇല്ലാത്ത, എനിക്ക് തോന്നുന്നു അതായിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിൽ. അതാണെന്ന് തോന്നുന്നു. കാരണം രക്തസാക്ഷിത്വം എന്നൊക്കെ പറയുന്ന സംഭവം അച്ചീവ് ചെയ്യുക. മറ്റൊരാള് ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രിയായി ഡൽഹിയിൽ വരാനും പാടില്ല. അങ്ങനെയും ഉണ്ടാവുമല്ലോ. കാരണം പുള്ളി പറയുന്നതനുസരിച്ചിട്ട് ഭഗത് സിംഗിന്റെ നിലവാരത്തിലേക്കാണല്ലോ പുള്ളി സ്വയം ഉയർത്തുന്നത്. ഭഗത് സിംഗ് രക്തസാക്ഷിയാണല്ലോ. അപ്പൊ ഇന്ത്യക്ക് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലെങ്കിലും ഒരു രക്തസാക്ഷിയുടെ പരിവേഷം അധികാര കസേരയിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് ഈ മറ്റേ പിരിച്ചുവിടുമ്പോ കുറച്ച് സഹതാപം കിട്ടുകയാണെങ്കിലേ ചുളുവിലൊരു ഭഗത് സിംഗായി മാറാൻ പറ്റുമോ എന്നുള്ള പരീക്ഷണത്തിലാവും. പക്ഷെ ആ പരീക്ഷണം അങ്ങേയറ്റം പരിഹാസ്യമായി തീരും എന്നല്ലേ ഈ പ്രസ്താവന പോലും ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം ഏതായാലും അതുമല്ല, ഈ പഞ്ചാബികളൊക്കെ ഈ ഭഗത് സിംഗിന്റെ കാര്യമൊക്കെ എങ്ങനെയാണ് ഇയാൾ പറയുന്നത് എടുക്കുക? ഇപ്പൊ കൊച്ചുമകൻ തന്നെ അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, അദ്ദേഹം, എനിക്ക് തോന്നുന്നു അത് ഭഗത് സിംഗിന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തമല്ല. ചരിത്രം അറിയാവുന്ന സകല രാജ്യസ്നേഹികൾ ഒറ്റക്കെട്ടായിട്ട് എതിർക്കേണ്ടതാണ്. മിണ്ടിപ്പോകരുത് ഭഗത് സിംഗിന്റെ പേര്. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു കാരണവശാലും കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു പേരല്ലേ അത്. ആ പേര് സ്വയം എടുത്ത് അണിയായി ഇദ്ദേഹം ഒരു കവചമായിട്ട് രക്ഷപ്പെടാൻ തീർച്ചയായിട്ടും പാടില്ലാത്തതാണ്. അതാ മറ്റേ ചുമരില മറ്റേ ചിത്രം തൂക്കിയപ്പോൾ തന്നെ സ്വയം ഭഗത് സിംഗ് ആകുകയാണെന്നുള്ളത് വ്യക്തമായിരുന്നു. തീർച്ചയായിട്ടും. പക്ഷേ ഈ ഭഗത് സിംഗ് ഇന്ത്യയുടെ എക്കാലത്തെ അഭിമാനമാണ്. എന്നാൽ ഈ തിഹാറിലെ ഭഗത് സിംഗ് രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ ബലി കൊടുത്ത ആളാണ്. തീർച്ചയായിട്ടും. ഇതെങ്ങനെയെങ്കിലും അധികാര കസേരയിൽ പിടിച്ചു തൂങ്ങിയിരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു വിചിത്ര ജീവി, ഒരു നികൃഷ്ട ജീവി, ഇയാളാണ് ഭഗത് സിംഗിനോട് സ്വയം തുലനം ചെയ്യുന്നത്. തീർച്ചയായിട്ടും. ആ തുലനത്തെ അപലപിച്ചുകൊണ്ട് ഈ തിഹാറിലെ പുത്തൻ ഭഗത് സിംഗിനെ ഒരു കാരണവശാലും ഇന്ത്യക്ക് അങ്ങേയറ്റത്തെ അപമാനകരമാണ്. ഖലിസ്ഥാൻ തീവ്രവാദികളിൽ നിന്ന് പണം വാങ്ങിയ ആളും കൂടി അങ്ങനെയും ആരോപണങ്ങൾ വന്നല്ലോ വലിയ തോതിൽ. അങ്ങനെ എന്തുകൊണ്ടും ഭഗത് സിംഗിന്റെ പേര് ഉച്ചരിക്കാൻ അവകാശമില്ലാത്ത ഒരാൾ അലങ്കാരമായി ഭഗത് സിംഗിന്റെ പേര് ആവർത്തിച്ച് ഉപയോഗിക്കുന്നു എന്നത് ചരിത്രം മാപ്പ് നൽകാത്ത ദേശാഭിമാന പ്രചോദിതമായ ഒരു ഇന്ത്യൻ മനസ്സ് ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് എന്ന് ഈ ഘട്ടത്തിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വർത്തമാനം തൽക്കാലം നിർത്താം. ഇനിയും തുടരേണ്ടി വരും.